സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ കന്നിക്കിരീടം ഫൈനലിൽ തൃശൂർ മാജിക് എഫ്സിയെ ഒറ്റ ഗോളിനാണ് തോൽപ്പിച്ചത്. സ്പാനിഷ് താരം അസിയർ ഗോമസ് ആണ് വിജയ ഗോൾ നേടിയത്. നിഖിൽ അളവൂർ ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, കന്നിക്കിരീടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അവിടുത്തെ ആരാധകരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ആരവം എത്രത്തോളമായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില, കണ്ണൂർ മുനിസിപ്പൽ 5000-ന് മുകളിൽ വരുന്ന കാണികളെ സാക്ഷിയാക്കിയാണ് സ്വന്തം മണ്ണിൽ ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരളയിലെ കന്നി കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. അസിയർ ഗോമസിന്റെ പെനാൽറ്റി കിക്ക് ഗോളായി മാറിയത് മുതൽ കണ്ണൂരിന്റെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രതിരോധത്തിലൂന്നിയുള്ള കളി പുറത്തെടുത്തതോടുകൂടി കണ്ണൂർ വാരിയേഴ്സ് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ വിജയം ഉറപ്പിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ആദ്യ പകുതിയിൽ തന്നെ ചുവപ്പ് കാർഡ് കണ്ട് ഒരു താരം പുറത്തായതോടുകൂടി 10 പേരുമായാണ് രണ്ടാം പകുതിയിൽ കണ്ണൂർ വാരിയേഴ്സ് കളിച്ചത്. അതുകൊണ്ട് തന്നെ പരമാവധി തൃശ്ശൂരിന്റെ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു കണ്ണൂർ പുറത്തെടുത്ത ഒരു ശൈലി. ആ ശൈലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ കണ്ണൂർ കളിച്ചു. ഏതായാലും സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ മാനുവൽ സാഞ്ചസും സംഘവും കിരീടം സ്വന്തമാക്കി മടങ്ങുന്നു എന്നുള്ളതാണ്. 25,000-ന് മുകളിലാണ്, 25,500-ന് മുകളിൽ കാണികളായിരുന്നു ഇന്ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ മത്സരം കാണാനുണ്ടായിരുന്നത്. വൈകിട്ട് 6 മണി മുതൽ തന്നെ ഈ ഫൈനൽ മത്സരങ്ങളുടെ ഭാഗമായുള്ള വിവിധ കലാപരിപാടികൾ നടന്നു. 7:30യോടുകൂടിയായിരുന്നു കിക്ക് ഓഫ് മുതൽ ഈ ആദ്യ പകുതിയിൽ വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു കളി. ഏതായാലും അസിയർ ഗോമസ് 18-ാം മിനിറ്റിലാണ് തൃശൂർ താരം ഒരു ഗോൾ അവസരം കൈകൊണ്ട് തട്ടി അകറ്റിയത് പെനാൽറ്റിയായി ലഭിക്കുകയും അസിയർ ഗോമസ് ആ പെനാൽറ്റി കിക്ക് കൃത്യമായി വലയിലേക്ക് വീഴ്ത്തുകയും ചെയ്തതോടുകൂടി കണ്ണൂർ മുന്നിട്ട് നിന്നു. പിന്നീട് അങ്ങോട്ട് തൃശൂർ നിരവധി തവണ അറ്റാക്കിംഗ് ഫുട്ബോൾ പുറത്തെടുത്തു, കണ്ണൂരിന്റെ ഗോൾമുഖത്തേക്ക് എത്തി. പക്ഷേ കണ്ണൂരിന്റെ പ്രതിരോധ നിരയും ഗോൾ കീപ്പറും എല്ലാം തന്നെ കൃത്യമായി ആ ഗോളുകളെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ പകുതിക്ക് ശേഷം ഒരു വിരസതയിലേക്ക് മത്സരം പോയി എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ പോലും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വലിയ ആവേശം സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഈ ഒരു സീസൺ അവസാനിക്കുന്നത്. ഏതായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കന്നി കിരീടമാണ്. 4-3-3 ഫോർമേഷനിലാണ് ആദ്യ 11-ൽ കണ്ണൂർ വാരിയേഴ്സ് കളിക്കാനിറങ്ങുന്നത്. പരിക്കേറ്റ പ്രതിരോധ താരം വികാസ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പകരം അശ്വിൻ കുമാർ ആദ്യ 11-ൽ ഇടം പിടിക്കുന്നു. തൃശൂർ മാജിക് എഫ്സിയും നേരത്തെ സെമി ഫൈനലിൽ കളിച്ച 4-2 മാറ്റങ്ങളുമായാണ് പുറത്തു വരുന്നത്. ഇത്തവണ കളിക്കാനിറങ്ങിയത് 4-4-2 എന്ന ഫോർമേഷനിലായിരുന്നു അവർ കളിക്കാനിറങ്ങിയത്. ഏതായാലും ആദ്യ പകുതിയിൽ വലിയ ആവേശത്തോടു കൂടി കളിച്ചു. 2ാം പകുതി വിരസമായിരുന്നു എങ്കിൽ പോലും ആവേശത്തിനൊട്ടും കുറവില്ലാതെയാണ് സൂപ്പർ ലീഗ് കേരളയുടെ 2ാം പതിപ്പ് അവസാനിക്കുന്നത്. ആ പതിപ്പ് അവസാനിക്കുമ്പോൾ കണ്ണൂർ വാരിയേഴ്സ് സ്വന്തം മണ്ണിൽ കിരീടം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. അതിലെടുത്തു പറയേണ്ടത് 2ാം പകുതി മുഴുവൻ 10 താരങ്ങളുമായി കളിക്കുന്നു. ഇതിനിടയിൽ തന്നെ കോച്ച് മാനുവൽ സാഞ്ചസിനടക്കം റെഡ് കാർഡ് ലഭിക്കുന്ന സാഹചര്യം വരുന്നു. ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങൾ കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരളയിൽ 2ാം പതിപ്പിൽ കിരീടം ചൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആവേശമായിരുന്നു കാണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. 5 ഹോം മത്സരങ്ങൾ നേരത്തെ കണ്ണൂരിൽ നടന്നപ്പോൾ 5-ലും വിജയം സ്വന്തമാക്കാൻ കണ്ണൂർ വാരിയേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. കണ്ണൂർ വാരിയേഴ്സിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളവും പരിശീലകൻ മാനുവൽ സാഞ്ചസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വെല്ലുവിളിയായി ഉണ്ടായിരുന്നതും ആ ഒരു ട്രാക്ക് റെക്കോർഡായിരുന്നു. പക്ഷേ ഏതായാലും ഫൈനൽ മത്സരത്തിൽ തൃശ്ശൂരിനെതിരെ കണ്ണൂർ അത് തിരുത്തുന്നു. കണ്ണൂർ വാരിയേഴ്സ് കപ്പടിച്ച് മടങ്ങുന്നു സൂപ്പർ ലീഗ് കേരളയിൽ എന്നുള്ളതാണ്. നിഖിലെ, ആദ്യ പകുതിയിൽ റെഡ് കാർഡ് കണ്ട് 10 പേരുമായി ചുരുങ്ങുക, പിന്നെ പരിശീലകൻ മാനുവൽ സാഞ്ചസിന് ചുവപ്പ് കാർഡ് കാണുക, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ വിജയം. തീർച്ചയായും കണ്ണൂരിന്റെ താരങ്ങൾ പുറത്തെടുത്ത മികവ്, ആദ്യഘട്ടത്തിൽ തന്നെ ഗോൾ അടിച്ചതിന് ശേഷം പിന്നീട് പ്രതിരോധത്തിലേക്ക് നീങ്ങുക എന്നുള്ളതായിരുന്നു കണ്ണൂരിന്റെ തന്ത്രം. ആ തന്ത്രം അവർ ഫലപ്രദമായി നടപ്പിലാക്കി. പക്ഷെ അതിനിടയിലാണ് അവിചാരിതമായി ഈ ഒരു റെഡ് കാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് പലതവണ തൃശ്ശൂര് ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ രീതി പുറത്തെടുത്തു. കണ്ണൂരിന്റെ ഗോൾ വല ലക്ഷ്യമാക്കി അവരുടെ ഷോട്ടുകൾ വന്നു. പക്ഷേ കണ്ണൂർ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു കളി
പുറത്തെടുത്തതോടുകൂടി തൃശ്ശൂരിനെ ഗോളാക്കി മാറ്റാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു. ആ നിലയ്ക്ക് കണ്ണൂർ പൂർണ്ണമായും തങ്ങളുടെ കോർട്ടിലേക്ക് മാറി തങ്ങളുടെ പകുതിയിലേക്ക് ചുരുങ്ങിയുള്ള ഒരു കളിയിലേക്കാണ് അവസാന പകുതിയിൽ പോയത്. അത് കണ്ണൂരിന്റെ ഒരു തന്ത്രമായി തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ കാണാൻ. ഏതായാലും സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ കിരീടം നേടുമ്പോൾ എടുത്തു പറയേണ്ട പേര് കണ്ണൂർക്കാരനായ കണ്ണൂർ അത്താഴക്കുന്ന് സ്വദേശിയായ 21-കാരൻ മുഹമ്മദ് സിനാനെ തന്നെയാണ്. മുഹമ്മദ് സിനാന്റെ പ്രകടനം ഈ കളിയിലുടനീളം, ഈ സീസണിലുടനീളം കണ്ണൂർ വാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതായിരുന്നു കണ്ണൂരിന്റെ മുന്നോട്ടുള്ള കണ്ണൂർ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.